റോട്ടിൽ നിന്നാണ് ഇറക്കിയ വണ്ടി അടിക്കണ വണ്ടികൾ വരൂല്ലേ? വീട്ടിലൊന്നും നോക്കാനല്ലേ? റോട്ടിൽ എന്തെങ്കിലും വണ്ടി വരൂലേ? റോട്ടില് വണ്ടികൾ വരും, കാറുകളൊക്കെ വരും. ഇനി എന്തോടത്തോ റോട്ടിൽ കൊണ്ടിട്ട് കളിക്കണേ. അങ്ങനെ വലിയ വലിയ വണ്ടികൾ വല്ല വരണ റോഡാണ്. പറ്റണില്ല ചെരുപ്പ് കൊണ്ട് പറ്റില്ല. Sama Sanju. Amci. ചെറുക്ക എന്തൊക്കെ കാണിക്കാൻ നോക്കാനീ? അത് കൊച്ചല്ലേ? ചെറുക്കൻ പറഞ്ഞ കേക്കില്ല ഒരു വിധത്തിലും. എടേ ചെറുക്ക ഒരു ഭാഗം കേക്കില്ല. എപ്പോഴേ പറയുന്നില്ല. ഇങ്ങോട്ട് വാ. വണ്ടി എവിടെ കൊണ്ടിർത്തിട്ട് വണ്ടി എവിടെ കൊണ്ടിർത്തിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ വയ്യേ? ഇങ്ങോട്ട് എത്ര നേരം കൊണ്ട് ഇവിടെ കാത്തിച്ച് അങ്ങോ തളർന്നുപോയാ? ഇങ്ങോട്ട് വാ. പിന്നെ ആര് വരണ? എന്റെ ചേട്ടൻ വരണം. എന്റെ ചേട്ടനാ? ഓ, എന്റെ മൂത്തേട്ടൻ. എപ്പം വരുന്ന? പിന്നെ റോട്ടിൽ ഇറങ്ങണ്ട, ഇവിടെ നിന്നാ മതി. ഈ എൻഡിൽ നിന്നാ മതി. അങ്ങൊന്ന് പോണ്ട, ഈ എൻഡിൽ നിന്നാ മതി. മെയിൻ റോഡ് ഇറങ്ങരുത്. ഇതിന്റെ ഈ എൻഡിൽ നിക്കണം. റോട്ടിൽ ഇറങ്ങല്ലേ? അതാണ് പറഞ്ഞ കാറ് കയറ്റി പറഞ്ഞില്ല. എനിക്ക് പിന്നെ കയറ്റി പറഞ്ഞിട്ട് തുറന്നു കൊടുന്നു. ഇതും തുറന്നിട്ട് അമ്മാമ്മക്ക് കാല് വേദനിക്കുന്നു. നിങ്ങളുടെ ഭാഗത്തോട്ട് പോ, വണ്ടി ഇങ്ങനെ വരും. ബാപ്പാ പോ. ആര് പെണ്ണേ വരണ? അമ്മ ഇവരുടെ അനിയത്തിയുടെ മോൻ വരണം. മൂത്ത അനിയത്തി. അമ്മ ഈ അമ്മയുടെ അനിയത്തീര കേട്ടാ. ഇന്നലെ വന്നേ. ഇന്നാള് വന്ന ആള് അമ്മയുടെ അനിയത്തിയുടെ മോൻ. അതാര്? എന്റെ ചേട്ടൻ. ചേട്ടൻ? എന്റെ ചേട്ടൻ. അവര് വരണ? അവര് വരണം. ആരൊക്കെ ഉണ്ട്? അങ്ങേരെ ഭാര്യയുണ്ട്, ചേട്ടത്തിയുണ്ട്, 2 മക്കളുണ്ട്. മനസ്സിലായില്ല എന്ന്? ആരൊക്കെ? ചേട്ടൻ കണ്ടില്ലേ ഇത്രയും നേരമായിട്ട്? ഇത്രയും നേരം ഇപ്പൊ ആയതല്ലേ ഉള്ളൂ. കൊച്ചു പോയി വിളിച്ചോണ്ട് വരും. ആരെങ്കിലും വരണം എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് നോക്കി നിൽക്കാൻ. ഇപ്പൊ വരുവോ? ഇപ്പൊ വരും. വലുതേറ്റ് പോവോന്ന് തോ കൊച്ചിന്. കൊച്ചിന് വഴിയൊന്നും തെറ്റിപ്പോകൂല. കൊച്ചു കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അവൻ വിളിക്കാൻ പോയി അയച്ചേട്ടൻ ഇപ്പോഴും വഴി തെറ്റി പോണു. മുക്കോല ഉത്സവം നടക്കണം അല്ലേ?
ആയിന്ന് അങ്ങേര് പറഞ്ഞല്ല ഗണപതി കോവിൽ ഉത്സവം നടക്കുകയല്ലേ ഇന്ന്. ഓ അങ്ങനെ ഞാൻ വഴി പറഞ്ഞു കൊടുത്ത് നന്ദൻ വിളിക്കാനായിട്ട് പോയി നിക്കണം റോട്ടില്. റെഡ് കളർ ബലേനയല്ലേ അങ്ങേരടാ? റെഡ് കളർ അല്ലേ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പിന്നെ കണ്ടില്ലല്ലേ വരും. ചെറുക്കാ തുപ്പാക്കി നിർത്തി അങ്ങോട്ട് പാർക്കാ. ഞാൻ വന്ന് തൂക്കാത്ത പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോ. ഒന്ന് തൂക്കേ പെണ്ണ് പാർക്കാ. നിനക്ക് അതിരുന്നപ്പോ നീ ഇതുവരെയും ഇങ്ങോട്ട് കണ്ടില്ല. ഇപ്പൊ ആണ് വരുന്നത് തള്ളിക്കാട്ടിക്കൊണ്ട്. നിന്ന് എന്നെ എന്തെങ്കിലും നോക്കി കാണൂല. വരുന്നില്ലേ? വരും അമ്മ. എത്ര നേരമായി? എത്ര നേരം അധികം വഴി തെറ്റിപ്പോയാ എന്തോ കൊച്ചാ റോട്ടിൽ പോയി നിൽക്കുകയും ചെയ്യാം. ഞാൻ മാപ്പ് ഇട്ട് കൊടുത്തു, പക്ഷെ എന്തൊക്കെയെന്ന് അറിയത്തില്ല. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഓ വിളിച്ച് എന്തിനു പറഞ്ഞ? രാവിലെ എത്തിയെന്ന്. അതോ നന്ദൻ വന്നേ? ഇത് വന്നെന്ന് തോന്നമ്മ. ഓ വരുന്നു. എവിടെ ആളാ? ഓ വരുന്ന കാറ്. ചെറുക്കാ ഇങ്ങോട്ട് വാ. സൈഡ് പറഞ്ഞോടില്ലെങ്കിൽ മതിന്റെ എല്ലാം കൂടി ഇടിച്ച് നിരപ്പാക്കും. വഴി സൈഡ് പറഞ്ഞു കൊടുക്കും. ഞാൻ കൂടി കയറിച്ചേ. ഇങ്ങോട്ട് വരിയെന്നേ വണ്ടി ഇവിടെ നിർത്തിയിട്ട്. എന്തത് ഉണ്ട്? സുഖാണ്. ചായ കുടിച്ചു. ഉച്ചക്ക് ചോറ് തിന്ന്. ഉച്ചക്ക് കുടിച്ച് കുറച്ച് വിളക്കെന്ന അവിടെ ഒറ്റയ്ക്ക് ഇട്ട് തഞ്ചി വിളക്ക് എത്തിച്ച് വയ്ക്കും. ഇവിടെ വിളക്ക് എത്തിക്കാൻ അല്ലേ? ആ നമ്മളെ തോന്നു. ഞങ്ങൾ ആരാന്ന് മനസ്സിലായോ? ആരെന്ന് മനസ്സിലായോ? ആര്? അമ്മ ഇപ്പൊ ഞാൻ പറഞ്ഞല്ല ആരെന്ന് മനസ്സിലായില്ലേ? ബ്രദർ ആങ്ങള. അവര് വരുന്നില്ലേ? അവര് വന്നില്ലേ? മറ്റേ അവര് മറ്റേ ആ ചാച്ച അവര് വന്നില്ലേ? അമ്മ ഇപ്പൊ ഞാൻ പറഞ്ഞല്ല ആരാണെന്ന്. ആരെന്ന് പറഞ്ഞു? അവര് വന്നോളൂ. അവര് വന്നില്ലേ? പയ്യാരാ? പയ്യ അമ്മയല്ലേ? ഏതമ്മ? ഇപ്പൊ ഞാൻ പറഞ്ഞല്ല ആരാണെന്ന്. ഇപ്പൊ പറഞ്ഞല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയത് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ട് പോയത് ഓർമ്മയുണ്ടോ? പിന്നെന്താ മറന്നു പോയത്? നമ്മളെ ഒന്നുമല്ല ഇരിക്കണ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഉച്ചക്ക് ചോറൊക്കെ തിന്നു ഇവിടെ കുളിച്ചും കൊണ്ട്. ചക്കന്ന് ചോദിക്കുമ്പോ ഇവര് ഓടാനേ അമ്മയും അവര് എന്നെ കൊണ്ടുപോവാൻ വന്നേണ്. ഞങ്ങള് കൊണ്ടുപോവാ. കൊണ്ടുപോണ്ട നമ്മളെ മരുവോള് കൊണ്ടുപോകാനും പറ്റൂല. വേറെ മരുവോളൊന്നുമില്ല. പുതിയതായിട്ട് ആര് നിങ്ങളെ മോളാ? മോനാ? കൊണ്ടുപോവല്ലേ മോനെ? അപ്പൊ കൊണ്ടുപോയാ അപ്പൊ പറ്റൂല. അതെന്താ കൊണ്ടുപോയാ നമുക്ക് ആഹാരമൊന്നും വ്യാപിച്ച ആരില്ല. സ്വന്തമായിട്ട് വേവിക്കാൻ അറിയത്തില്ലേ? സ്വന്തമായിട്ട് വ്യാപിക്കാൻ അടുപ്പൊന്നുമില്ല.
നമ്മൾ ഇവിടെ നിന്ന് വന്ന് ഇവിടെ ഉണ്ട് മാമി നിങ്ങൾ തരില്ല ഗ്യാസ് ഇല്ലാന്ന് വാങ്ങിക്കാം. ശരി ചോറ് ആഹാരം മോൻ വാങ്ങിച്ചു തരും. അവൻ്റെ ഞാൻ പറയില്ല. അവൻ്റെ പറഞ്ഞ അവൻ വിചാരിച്ചു മതി. അവന്റെ കൂടെ ഒന്ന് പറഞ്ഞു നീ കേറിയമ്മ ഞാൻ വീട്ടിനകത്തൊന്നും കയറില്ല. ഞാൻ അവിടെ ഇങ്ങനെ ഉള്ളു. അമ്മയെ കണ്ട് അവിടെ ഇരിക്കും. കാണിക്കാൻ പോയിരുന്ന പേര് ഇവിടെ പൈസ കൊടുത്തത് ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞു. നിങ്ങൾ പറഞ്ഞെങ്കിൽ വരും. ഞാൻ ഒരാഴ്ച അവിടെ ഒന്ന് നിൽക്കാൻ, ഞാൻ പോകുന്നവിടെ നിൽക്കാൻ. സത്യം ഞാൻ പറഞ്ഞ അതാണ്. എനിക്ക് ഡോക്ടറെ കാണിക്കണം. കഴിഞ്ഞ മാസം കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു മാസം കൊണ്ട് ഇവിടെ പിള്ളേരെ ഇന്നലെ കൊണ്ടുപോയി. ഇന്ന് അവക്ക് അവക്ക് നാളെയും പോകണം. ഡാൻസ് ഒക്കെ പഠിക്കുന്നുണ്ടോ കുഞ്ഞ്? ഞാൻ ഡ്യൂട്ടാണ് ബൈ ബൈ. ഉണ്ടെങ്കിൽ ഇനി എന്നെ ഇപ്പൊ വിഷു കഴിഞ്ഞിട്ടായിരിക്കട്ടെ കേട്ടോ. വിഷു കഴിഞ്ഞിട്ടാ ചായ കുടിച്ചോളൂ. കണ്ണിലേ അമ്മ കണ്ണിലേ ചായ കുടിക്കണേന്ന് പറഞ്ഞോ. ഞങ്ങൾ പോയിട്ട് കേട്ടോ. അമ്മ പോയിട്ട് വരട്ടാന്ന്. പോയിട്ട് കേട്ടോ. വരും, പോകുന്നതിന് മുമ്പ് വരും. ശരിടാ. പെണ്ണേന്ന് വിളിക്കേ. അർച്ചന അർച്ചന അർച്ച പേര് വിളിക്കൂല, പെണ്ണേന്ന് വിളിക്കുള്ളൂ എല്ലാരും. അർച്ചനേന്ന് വിളിച്ചേ. ഞങ്ങളിനിയും വരാം കേട്ടോ. 5 ദിവസം കഴിഞ്ഞ് വരുമെന്ന് 5-6 ദിവസം കഴിഞ്ഞ് വരുമോന്ന്. വരാം കേട്ടോ. ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് വന്നാ മതി. ഇപ്പൊ യൂട്യൂബ് ചാനലിലൊക്കെ ഫേമസ് ആണ്. അമ്മ നിങ്ങളെ ഫോട്ടോ കാണുന്നുണ്ടെന്നാ പറയണേ. കാണുന്നുണ്ട് കേട്ടോ ദിവസവും. ദിവസം ഫോട്ടോ കാണൂന്ന് അമ്മയുടെ. ദിവസവും കാണും. ഞാൻ 1 മണിയാകുമ്പോ ഒന്ന് കുളിക്കും. കുളിച്ചും കൂടി ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോകാൻ കണ്ടല്ലോ. അമ്മ സുന്ദരിയാവാൻ പോയല്ലോന്ന്. പോയായിരുന്നോ ബ്യൂട്ടി പാർലറിൽ? ഉച്ചക്ക് ചോറിന്നില്ല. ചോറ് രാത്രി മാത്രമേ എന്നുള്ളൂ. രാത്രി എനിക്ക് പേടിയാണ്. ഒന്നത്തെ കരി ഈ അമ്പക്കേട്. ഈ അമ്പക്കുണ്ട്. ഈ അമ്പക്കേട് ചോറിന്നൂടെ. അത് റൊട്ടി കഴിക്കോ? 2 ഗ്ലാസ് വെള്ളവും പാത്തു കൂടി പൈപ്പിന്ന്. ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടായി കഴിക്കോ? ചപ്പാത്തി ഒന്നും ഞാൻ ഉണ്ടാക്കി കഴിച്ചില്ല. കഴിക്കൂലേ? അല്ല പറയാത്തെന്താ? ഇവിടെ ഞാൻ പറയുന്നില്ല. ഇവര് ഉണ്ടാക്കിയതാണെങ്കിൽ കഴിക്കും. കഴിക്കുമല്ലേ? ചാമ്പയ്ക്കയില്ലേ? ജാമ്പയ്ക്ക് മുഴുവൻ പൊഴിഞ്ഞേച്ച് നിറച്ചുണ്ടായിരുന്നു. നിറച്ചെന്ന് വെച്ചാൽ പുറ്റു പോലെ ഉണ്ടായിരുന്നു. ചാമ്പയ്ക്ക് കൊണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല. വൈകുന്നേരം ചോറ് കഴിക്കണ്ട, ചപ്പാത്തി മാത്രം ഉണ്ടായി കഴിച്ചാൽ മതി കേട്ടോ. ചപ്പാത്തിയാ? ആ ചപ്പാത്തി കഴിച്ച ചപ്പാത്തി എന്തെങ്കിലും ഗ്രീൻ പീസോ മുട്ടക്കറിയോ എന്തെങ്കിലും അത് കഴിക്കാം. പട്ടിണി കിടക്കണ്ട. അയ്യോ ആഹാരം കഴിക്കും. പട്ടിണി കിടക്കൂല ഏട്ടാ. അമ്മ രാത്രി ചോറ് കഴിച്ചിട്ടേ കിടക്കുള്ളൂ. അമ്മയ്ക്ക് ഫുഡ് നിർബന്ധമാണ്. ചോറ് കഴിച്ചോണ്ടേ അമ്മ കിടക്കുള്ളൂ. ചപ്പാത്തി കഴിക്കണം. വൈകുന്നേരം അത്താഴം പട്ടിണി കിടക്കരുത്. ചോറ് കഴിക്കണ്ട. ചപ്പാത്തി ഒന്നും കഴിക്കൂല. എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കും. അപ്പൊ ഇവര് ചപ്പാത്തി ഉണ്ടാക്കി തന്നാ മതി. എനിക്ക് അടുപ്പൊന്നും അപ്പൊ ഇനി ചോറ് വേണ്ടേ എനിക്ക് മോൻ കേക്കി. അമ്മ? അമ്മ മോൻ കോവിലൊക്കെ ചെന്ന് പറഞ്ഞു. ചോറ് കഴിക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ ഉച്ചക്ക് ചോറ് കഴിച്ചില്ല, ഒന്നും കഴിച്ചില്ല. ഇവര് ചോറ് തരാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ടത് പറയും. ചപ്പാത്തി എന്തെങ്കിലും കഴിച്ചാൽ മതി. ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ എന്തെങ്കിലും കഴിക്കുക. ചപ്പാത്തിയാണ്. ഞാൻ ഒരു നല്ലൊരു കുടുംബകലം ഉണ്ടാക്കിയിട്ടുണ്ട്.
പോയിട്ട് വരട്ടെ. കൂട്ടുകാരാ പിന്നെ ആ ചപ്പാത്തി വേണമെന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കും. ശോഭന മാവ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി എത്ര സമയം വേണം അല്ലേ ശോഭനെ? ഒന്നും പറഞ്ഞില്ലേ? ആ ശരി ശരി. ആ ഫോൺ എടുത്ത് വെച്ചോണ്ടിരിക്കണം. പോയി അവള് ഫോണും എടുത്ത് വെച്ചോണ്ടിരിക്കണം. പോ ടാറ്റ കൊടുക്ക അമ്മ, ടാറ്റ കൊടുക്ക് അമ്മ, ടാറ്റ കൊടുക്ക്. അപ്പൊ ചപ്പാത്തി തരട്ടാ? ചപ്പാത്തി അല്ല, വേണ്ടേ? ചപ്പാത്തി അല്ല, ആ, ചപ്പാത്തി വെച്ചേക്കും വെച്ചേക്കും. പിന്നെ ആ ചേട്ടൻ പറഞ്ഞിട്ട് പോയതാ ചപ്പാത്തി തരാൻ. ചോറ് മെലിഞ്ഞ് മതി, മതി. ചോറ് മെലിഞ്ഞ് മതി. ചോറും മീനും മതിയാ? പിന്നെ ചപ്പാത്തി തരാൻ പറഞ്ഞതാ? ചപ്പാത്തി അല്ല, 3 ചപ്പാത്തി വയറ് കുളിയും കൂടെ തിന്നിട്ട് വയറ് വെക്കൂ. 5 ചപ്പാത്തി എന്നാലും പോണേ, എനിക്ക് ചപ്പാത്തി ഞാൻ നോക്കില്ല. ചപ്പാത്തിന് ഒരു പേജ് ഈ അമ്പക്കോടണമെങ്കിൽ കൊല്ല. ഇപ്പൊ ചോറ് മതി ഫിക്സ്? ഈ ചോറ് മതി. ചോറ് മതിയാ? ആ, ചേട്ടൻ ചപ്പാത്തിയാണ് പറഞ്ഞ. എനിക്ക് ചോറ് മീൻ മതി. അവനെ പോകാൻ പറ. അവനെ പോവാൻ പറയാം അല്ലേ? അപ്പൊ അവനെ പോവാൻ പറ, നമുക്ക് ചോറും മീനും മതി. അപ്പൊ നമ്മൾ ചോറും മീനും തിന്നാൻ പോകുന്നു. ബാ എന്തൊക്കെ അല്ലേ അല്ലേ? ചോറ് നാളെ കാര്യം വെക്കോളാം അമ്മ. തന്നെ ശരി, ചോറ് ഞാൻ ചോറ് തരാം. പിന്നെ ആ ചെറുക്ക എന്തൊരു കൊണ്ടുവന്നു പാപ്പം. പാപ്പ പാപ്പവും പണ്ടോ വേണോ? എവിടെ ചോറ് തുണിയൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇല്ല, തുണി എന്തിനു കൊണ്ടുവരണ? തുണി എന്തിനു കൊണ്ടുവരണ? പാപ്പാവ് കൊണ്ടുവന്നോളാ. ഓ തുണി കൊണ്ടുവന്നില്ലേന്ന് ചേട്ടൻ. അമ്മ തുണിയൊന്നും കൊണ്ടുവന്നില്ലേന്ന് ചോദിക്കണത്. ആ കേടിക്കാ തുണി കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കുന്നത്. നൈറ്റി പാവാടയൊന്നും കൊണ്ടുവന്നില്ല. ഇല്ല, പാപ്പം കൊണ്ടുവന്നു. പാപ്പം പാപ്പാവ് കൊണ്ടുവന്നോ? പാപ്പം വേണോ? പാപ്പാട് എന്തായിരുന്നു? ബ്രെഡല്ല ബന്ന്, അച്ചപ്പവും ബന്നും. അച്ചപ്പവും മന്നോ? വേണ്ടേ? പന്ന ബന്ന് വേണോ വേണ്ടേ? ഇവിടെ വന്നു വാങ്ങിച്ചാ? ഞാൻ വാങ്ങിച്ചല്ലേ അമ്മ, ചേട്ടൻ യവൻ വാങ്ങിച്ചാ? കൊണ്ടുവന്നത്. ചേട്ടൻ കൊണ്ടുവന്നോ? ഓ, എടുത്തോണ്ട് വരാം. ഇവിടെ ഇരിക്കന് അവരിക്കും കൂടെ കൊടുവേ. അവരും കൂടെ തിന്നിട്ട്. അവരിതൊന്നും തിന്നൂല. ഇതെന്തരി? ഇതൊരു ബന്ന്. കൊള്ളാമോ? ഉടുപ്പും പാഴയും ഉടുപ്പും പാഴയും എന്തിന് 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 അവര് വരണവരൊക്കെ നിങ്ങൾക്ക് ഉടുപ്പും പാവാടയും കൊണ്ടുവരണോ അമ്മ? ഈ വരുന്നവരൊക്കെ ഉടുപ്പും പാവാടയും ഒന്നും കൊണ്ടുവരണോന്നൊന്നുമില്ല. അതൊക്കെ മോശമാണ്. ഇത് അവരെ മോനാണ്, എന്റെ സഹോദരനാണ്. അപ്പൊ അവര് കാണാൻ വരുമ്പോ ഉടുപ്പും പാവാടയും ഒന്നും കൊണ്ടുവരണ്ട. മനസ്സിലായാ? ഇത് എന്റെ മോനാണ് ഇവിടെ വന്നത്. മോനും മരുവോളും കൊച്ചുമാണ്. ഞാൻ പറഞ്ഞായിരുന്നു. അല്ല അമ്മ, ഇതെന്തരമ്മ? ഇന്നാള് വന്നവർ ഇവിടെ ഒരാൾക്കേ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ. എന്തോന്ന് പറയണത്? ആരെങ്കിലും വന്നാ ഇന്നാള് വന്നവര് ഒരാൾക്ക് മരം വന്നുകൂടി ഇവിടെ? ഇപ്പം ഇന്നാള് വന്നവര് ഇത് അവര് അനിയത്തിയുടെ മോനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓ, അത് തന്നെ. ഇത് കൊള്ളാമോ? പണ്ടം കൊള്ളാമോ? ചോറ് വരട്ടാ? ശരി, എന്നാ എനിക്കും ചോറെടുക്കാം. അവർക്കും ചോറ് കൊടുക്കും. ആ, അവർക്കും കൊടുക്കാം. നിങ്ങൾക്ക് ചോറ് വേണോ ചപ്പാത്തി വേണോ അമ്മ? മതിയാ? അപ്പൊ വേണ്ട, എല്ലാവരുടെയും പറ, ഇനിയിപ്പൊ വേറൊരു ദിവസം കാണാം. ചോറിനാൻ പോണെന്ന് പറ. ചോറിനെ പോണ്. വേറെ ദിവസം കാണാം. ടാറ്റയൊക്കെ കൊടു. രാരാ